نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. بسم الله الرحمن الرحيم. إذ قال له ربه واسلم قال أسلمت لرب العالمين. സത്യ വിശ്വാസികളെ ലോകത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനും നിയന്താവും പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് പ്രവാചക ചര്യകൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ജീവിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് ഈ അവസരത്തിൽ നിങ്ങളെയും വസീയത്ത് ചെയ്യുകയാണ്. ഉണർത്തുകയാണ് ശക്തമായ മുസ്ലിം സമൂഹം ഇന്ന് ഈദുൽ അദ്ഹ അഥവാ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേടിക്കൊണ്ട് നമസ്കാരത്തിനു വേണ്ടി ഈദ് മുസല്ലകളിലേക്ക് മുസ്ലിം സമൂഹം എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാട്ടിലുള്ള പല ആഘോഷങ്ങളിലും അതിരുവിട്ട പല പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ ആഘോഷങ്ങളുടെ അടിസ്ഥാനം തന്നെ ആഭാസവും അക്രമങ്ങളും വൃത്തികേടുകളുമാകുമ്പോൾ ഇസ്ലാമിന്റെ ആഘോഷം വിളംബരം ചെയ്യുന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമാണ്. ഇന്നത്തെ ദിവസം സന്തോഷത്തിന്റെ ദിവസമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്ര ദുഃഖമുണ്ടെങ്കിലും ഇസ്ലാമിലെ ഓരോ ആഘോഷവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ദുഃഖം നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ഈദ് ആഘോഷിക്കുന്നതെങ്കിൽ പോലും അത് ആരാധനയാണെന്ന് മനസ്സിലാക്കി ആ ഒരു സന്തോഷം വിശ്വാസികൾക്ക് ലഭിക്കുമെന്ന് ഏതൊരാൾക്കും എല്ലാവിധത്തിലുമുള്ള ഈദ് ആശംസകൾ നേരുന്നു. ഈദ് ആശംസകൾ കൈമാറുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ അടുക്കൽ മഹത്തരമായ ഒരു ദിവസമാണ് ഇന്ന്. കാരണം ലോകം മുഴുവനും തക്ബീർ മുഴക്കിക്കൊണ്ട് ഒരു കുടുംബത്തെ ഇന്ന് ഓർക്കുന്ന ദിവസമാണ്. ഈ പിതാവിനെയും കുടുംബത്തെയും സ്മരിക്കാത്ത ഒരു ദിവസവും വിശ്വാസികളുടെ ജീവിതത്തിലില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും കുടുംബത്തെയും സ്മരിക്കാത്ത ഒരു നമസ്കാരവും വിശ്വാസികൾക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാത
പിൻപറ്റുക എന്നുള്ളതാണ് വിശ്വാസികളോടായിട്ട് ഇസ്ലാം കൽപ്പിക്കുന്നത്. മുസ്ലിം സമൂഹം ഇന്നൊരുപാട് പരീക്ഷണങ്ങൾ നിറഞ്ഞ ലോകത്താണ് ജീവിക്കുന്നത്. ഭൗതികമായും മതപരമായിട്ടുമുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മിൽ നിന്നും മറഞ്ഞുപോയി, വേർപെട്ടുപോയി എന്ന് വിചാരിച്ച പല രോഗങ്ങളും ഇന്ന് തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതി തന്നെ കോലം മറിഞ്ഞ് പല രൂപത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കും ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസപരമായിട്ട് മുസ്ലിങ്ങളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മതബോധത്തോടുകൂടി ജീവിക്കുന്ന ആളുകളെ ശത്രുതാ മനോഭാവത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുണ്ട് പരിഹാരം എന്നതിനെ കുറിച്ചാണ് നിർഭയത്വത്തോടുകൂടി ജീവിക്കുവാൻ എന്തുണ്ട് പരിഹാരം എന്നതിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാടെന്ത്, വിശ്വാസികൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന ചോദ്യം ഉയരുകയാണ്. ഈ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി എന്ന് പറയുന്നത് ഇബ്രാഹിമി മില്ലത്തിനെ പിൻപറ്റുക എന്നുള്ളതാണ്. ഇബ്രാഹിമി പാത പിൻപറ്റുക എന്നുള്ളതാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം എന്ന് പറയുന്നത് അത് മുഴുവനും പരീക്ഷണമായിരുന്നു. സ്വന്തം പിതാവിൽ നിന്നുള്ള പരീക്ഷണമായിരുന്നു, സമൂഹത്തിൽ നിന്നുള്ള പരീക്ഷണമായിരുന്നു. പക്ഷേ ആ പരീക്ഷണങ്ങളെയൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് എതിരിടേണ്ടി വന്നപ്പോ അതിനെയൊക്കെ മറികടക്കാനുള്ള ആയുധമായിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ചത് അദ്ദേഹത്തിന്റെ വിശ്വാസമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അടിയുറച്ച വിശ്വാസത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിലകൊണ്ടപ്പോ എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന്. സമൂഹത്തിൽ പ്രാതിനിധ്യം ഉണ്ടാകുക, നിർഭയത്വത്തോടുകൂടി ജീവിക്കുക, അതോടൊപ്പം തന്നെ തന്റെ വിശ്വാസത്തിന് നിലനിൽപ്പ് കിട്ടുക, ഈ 3 അടിസ്ഥാനപരമായ കാര്യങ്ങളിലായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രതിസന്ധി നേരിട്ടത്. ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നല്ലോ ഈ 3 കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നേരിടേണ്ടി വന്നത്. പക്ഷേ ഇന്നും വിശ്വാസികൾ നേരിടുന്ന, നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും ഇത് തന്നെയാണ്. നിലനിൽക്കുക എന്ന പ്രതിസന്ധി. വിശ്വാസത്തെ, നമ്മൾ ഉൾക്കൊണ്ട വിശ്വാസത്തെയും ആചാരത്തെയും അതേപോലെ അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ളത്, ആളുകളിൽ പ്രാതിനിധ്യം ലഭിക്കുക എന്നുള്ളത്, അതോടൊപ്പം നിർഭയത്വം ലഭിക്കുക എന്നുള്ളത്, ഇന്നും വിശ്വാസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് നമുക്കുള്ള പരിഹാരം? എങ്ങനെയാണ് നമുക്കത് സാധ്യമാക്കുക? അത് വിശുദ്ധ ഖുർആൻ അതിനുള്ള പ്രാതിനിധ്യവും പരിഹാരവും എന്റെ വിശ്വാസി സമൂഹമേ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതെന്താണെന്നല്ലേ വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്ത് നൂറിന്റെ 85-ാം വചനത്തിലൂടെ ആ പരിഹാരത്തെ ഇസ്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു, അമലുസ്വാലിഹാത്തുകൾ ചെയ്യുന്ന അവിശ്വാസികളോട്, വിശ്വാസം ഉറച്ച ആളുകളോട് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. എന്താണ്? നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് അള്ളാഹു എങ്ങനെയാണോ ആധിപത്യം കൊടുത്തത്, അതേപോലെ നിങ്ങൾക്കും അള്ളാഹു ആധിപത്യം നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നിങ്ങളെ തൃപ്തിപ്പെട്ട മതത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ മതം കൊണ്ട് നിങ്ങൾക്ക് സ്വാധീനം നൽകാമെന്നും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ നിർഭയത്വം നിങ്ങൾക്ക് നൽകാം, നിങ്ങളുടെ പേടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നിർഭയത്വം നൽകാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പക്ഷേ എന്തായിരിക്കണം ഇങ്ങനെയുള്ള ആളുകൾക്കുണ്ടായിരിക്കേണ്ടുന്ന നിലപാട് എന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. എന്താണത്? എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്നതാണ് ഖുർആൻ അതിന് മാനദണ്ഡമായിട്ട് വെക്കുന്നത്. ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ് ഖുർആൻ ഇങ്ങനെയുള്ള നിലപാടിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതിന്, നിർഭയത്വം ലഭിക്കുന്നതിന്, നാട്ടിൽ താമസിക്കുന്നതിന്, നമ്മുടെ മതത്തെ നമുക്ക് യാതൊരു പേടിയും ഭയവും ഇല്ലാതെ
നമ്മളോട് പറഞ്ഞു കൊടുക്കാനുള്ള അവസരമുണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ആരാധനകൾ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്ദേശവും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്ദേശവും അദ്ദേഹം ഉൾക്കൊണ്ട വിശ്വാസവും ഇതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അഗ്നിപരീക്ഷണങ്ങളിലൂടെയാണല്ലോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കടന്നുപോയത്. അഗ്നിപരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു സമയത്ത് വിശുദ്ധ ഖുർആൻ ആ തീയോട് കൽപ്പിച്ച ഒരു കൽപ്പനയുണ്ട്. പടച്ചതമ്പുരാന്റെ കൽപ്പനയാണ്, അല്ലയോ തീയെ ഇബ്രാഹിമിന് നീ നല്ല കുളിര് കൊടുക്കണം, തണുപ്പ് കൊടുക്കണം, സമാധാനം കൊടുക്കണം, രക്ഷ കൊടുക്കണം എന്ന പ്രഖ്യാപനം തീയോട് പടച്ചതമ്പുരാൻ കൊടുത്തപ്പോ തീയുടെ പ്രകൃതിപരമായ സ്വഭാവത്തെ പോലും അല്ലാഹു മാറ്റിമറിച്ച് സമാധാനവും ശാന്തിയും കൊടുത്തു. എങ്കില് വിശ്വാസികളെ, എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും എത്ര വലിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ നേരിട്ടാലും വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക, വിശ്വാസത്തെ കടിച്ചു പിടിച്ച് ജീവിക്കുക. എങ്കില് ഏതൊരസിന്റെ ഘട്ടത്തിലും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസം വളരെ പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാമല്ലോ, ഹജ്ജിലും ഉംറയിലുമൊക്കെ നടക്കുന്ന ആരാധനാ കർമ്മങ്ങളുണ്ട്. ആ ആരാധനാ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ സഫാ മർവയ്ക്കിടയിൽ ഓടുന്ന വിശ്വാസികള്, സുഹാജിമാര്, അതോടൊപ്പം തന്നെ ജംറയിൽ കല്ലെറിയുന്ന ആളുകള്, തവാഫ് ചെയ്യുന്ന ആളുകള്, മിനയിൽ ഉറങ്ങുമ്പോൾ ഇബ്രാഹിം നബിയെ എന്നവർ വിളിക്കുന്നില്ല, ഇസ്മായിൽ നബി എന്നവർ വിളിക്കുന്നില്ല, ഹാജറ അലൈഹിസ്സലാത്തു വസ്സലാം എന്നവർ വിളിക്കുന്നില്ല. അവരെ കാക്കണേ എന്ന് അവരുടെ നാവിലൂടെ വരുന്ന മന്ത്രം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ മന്ത്രമാണ്. ഏകനായ അല്ലാഹുവിനെ മാത്രമേ ഏതൊരു സന്നിഹിത ഘട്ടത്തിലും ഒരു വിശ്വാസി വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന സന്ദേശമാണ് ഈദുൽ അദ്ഹ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ ഒരിക്കലും ശിർക്ക് വന്നുകൂടാ, നമ്മുടെ പ്രവർത്തനത്തിൽ ഒരിക്കലും ശിർക്ക് വന്നുകൂടാ. വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുക എന്നതാകണം, വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുക എന്നതാകണം. പ്രിയമുള്ളവരെ, ഈ ബലിപ്പെരുന്നാൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞില്ല, കടമകളെ പൂർത്തിയാക്കണം. നമ്മള് ഇബ്രാഹിം അലൈഹി ഇസ്ലാം എല്ലാ കടമകളും പൂർത്തിയാക്കിയ പ്രവാചകനായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെ മേഖലകളില് എന്തൊക്കെ കടമകളാണോ അദ്ദേഹത്തിന് അല്ലാഹു കൊടുത്തത്, ആ കടമകളെ മുഴുവനും യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടമില്ലാത്ത വിധം പൂർത്തീകരിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. പിതാവിനോട് തൗഹീദ് പ്രഖ്യാപിച്ചപ്പോഴും ഭാര്യയെയും മകനെയും മരുഭൂമിയിൽ വിട്ടേച്ചു പോകാൻ കൽപ്പനയുണ്ടായപ്പോഴും മകനെ അറക്കാൻ പറഞ്ഞപ്പോഴും കഅബ പുനർനിർമ്മിക്കാൻ പറഞ്ഞപ്പോഴും തുടങ്ങി എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെതായ കടമകൾ നിർവഹിച്ചിട്ടുണ്ട്. അതെ, തന്റെ സമയങ്ങള് ഒരു മകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം നിർവഹിക്കേണ്ടുന്ന കടമകൾ, ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് അദ്ദേഹം നിർവഹിക്കേണ്ടുന്ന കടമകള്, ഒരു പിതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം നിർവഹിക്കേണ്ടുന്ന കടമകള്, മുസ്ലിം സമൂഹത്തിന്റെ നേതാവ് എന്ന നിലയ്ക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാം നിർവഹിച്ച കടമകള്, പ്രവാചകൻ എന്ന മേഖലകളിൽ അദ്ദേഹം നിർവഹിച്ച കടമകള് എല്ലാം തന്നെ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്ത് നജ്മിന്റെ 37-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ പറയുന്നത് എല്ലാ കടമകളും നിറവേറ്റിയ പ്രവാചകനാണ് അദ്ദേഹമെന്ന്. അതേതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ആ രംഗത്ത് നമുക്ക് മാതൃകയായിരിക്കണം. എല്ലാ മേഖലകളിലും കടമകൾ പൂർത്തിയാക്കാൻ പ്രിയമുള്ള വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ ബാധ്യതകള്, നമ്മുടെ ജോലി സ്ഥലങ്ങള്, നമ്മുടെ കച്ചവടങ്ങള്, നമ്മുടെ ഇടപാടുകള്, എല്ലാ മേഖലകളിലും, അതോടൊപ്പം നമ്മുടെ കുടുംബത്തില് കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട്, മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില്, സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മാതൃക പിൻപറ്റണം. അദ്ദേഹത്തെ സംബന്ധിച്ച്
റബ്ബിൽ ആലമീൻ. അല്ലാഹു അദ്ദേഹത്തോട് സമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ എല്ലാം സമർപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ഖുർആനിക ജീവിതമായിരിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കേണ്ടുന്നത് എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുമ്പോ തീർച്ചയായിട്ടും വിശ്വാസികളെ അദ്ദേഹം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തും മാതൃകയും നമ്മൾ പിൻപറ്റുക. ഇസ്ലാം സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും മതമാണ്. ഇസ്ലാമിനെ ഭീകരവാദവും തീവ്രവാദവുമായിട്ട് ചിത്രീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ കൂടുതലായി പഠിക്കുക എന്നതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മളൊക്കെ പ്രായമായവരും വയസ്സായവരും 40, 50, 20 ഒക്കെ കഴിഞ്ഞ ആളുകളാണ്. മരണം എപ്പോഴാണ് നമ്മളിലേക്ക് എത്തിപ്പെടുക എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ബാധ്യതകൾ പിന്നീടാകട്ടെ എന്ന് മാറ്റിവെക്കണ്ട. ഏത് സമയവും നമ്മളോടൊപ്പം മരണമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം ലോകത്ത് ഇന്നത്തെ ദിവസം പുത്തനുടുപ്പും അതിന്റെ ചൊറുക്ക് പോരാ എന്ന് പറയുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഒപ്പത്തുണ്ടാകാം അല്ലെ. വാങ്ങിക്കൊണ്ടുവന്ന ഉടുപ്പുകൾക്ക് ചൊറുക്ക് പോരാ, അതിന് വൃത്തി പോരാ, ഇത് പോരായിരുന്നു എന്ന് പറയുന്ന ആളുകൾ. ഇതൊന്നുമില്ലാത്ത ഒരു സമൂഹം, ഇതൊന്നുമില്ലാത്ത കുറെ കുട്ടികള് കാത്തു നിൽക്കുകയാണ് പുത്തനുടുപ്പണിഞ്ഞുകൊണ്ട് ഈദ്ഗാഹുകളിലേക്ക് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. ഗസ പോലെയുള്ള സ്ഥലങ്ങളിലെ പിഞ്ചു കുഞ്ഞുങ്ങള്, അതേപോലെ പിതാവ് നഷ്ടപ്പെട്ട മക്കള് നഷ്ടപ്പെട്ട മാതാപിതാക്കള്, അതിനുവേണ്ടി അവരുടെ മയ്യത്തുകൾക്ക് കാവൽ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. പ്രാർത്ഥിക്കുക, അങ്ങേയറ്റത്തെ ആത്മാർത്ഥമായിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥന നടത്തുക. ഇസ്ലാമിന്റെ കാരുണ്യവും ഇസ്ലാമിന്റെ സമാധാനവും ലോകത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക. അതോടൊപ്പം ഈദ്ഗാഹുകളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് ഈദ്ഗാഹുകളിൽ സംഭാവന കൊടുക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ അത് നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ പ്രവാചകന്റെ ചര്യയെ പിന്തുടർന്ന് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആ ഈദ്ഗാഹുകളിൽ നടക്കുന്ന പിരിവുകളില് സജീവമാകുക. ഈ പെരുന്നാൾ ഖുതുബയും പെരുന്നാൾ ആഘോഷവും കഴിഞ്ഞാൽ ഇനി നമുക്ക് ഉലൂഹിയത്തിലേക്ക് കടക്കാനുള്ളതാണ്. അതിൽ പങ്കാളികളായ എല്ലാ ആളുകളും എന്ത് ചെയ്യുക, അതിന്റെ ഓഹരിയിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ ആളുകളും അതിന്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അവർ ആദ്യ അവസാനം വരെ പങ്കാളികളാകണം. അതിന്റെ ശ്രേഷ്ഠതയും മഹത്വവും കിട്ടാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തെ ഏറ്റവും അധികം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് കടമകൾ നിർവഹിച്ചുകൊണ്ട് വിശ്വാസത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സുദിനത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ലോകത്ത് ഈ ഒരു സുദിനത്തിൽ പോലും യുദ്ധഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ വശത്തെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാനും ഇസ്ലാമിക ദഅവ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ സ്മരിക്കുന്ന നമ്മുടെ മുൻ KNM ജില്ലാ സെക്രട്ടറി ഷാജാൻ സാഹിബിനെ പോലെയുള്ള ആളുകളെ നമ്മൾ ഇന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുത്ത് അവരെയും നമ്മളെയും അല്ലാഹു നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത്. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.